വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് കാണുന്നത് വളരെയധികം നേരം വോട്ട് ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അരുൺ, ഇത് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിശദീകരണം ഇതിന് നൽകുന്നുണ്ടോ? ആളുകൾ ഒരേ സമയത്ത് എത്തുന്നത് കൊണ്ട് മാത്രമുള്ള പ്രശ്നമാണോ, അതോ വോട്ട് ചെയ്യുവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നു എന്നതാണോ? നേരത്തെ തീരുമാനിച്ചതിലും കൂടുതൽ സമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വന്ന അതേ വിഷയമാണിത്. അങ്ങനെ വരുമ്പോൾ വൈകിട്ട് കൂടുതൽ സമയം പോളിംഗ് നീണ്ടുപോയേക്കാം എന്നതും ഉണ്ടല്ലോ. ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കണം എന്നതാണ് നിയമം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിക്കും. പക്ഷേ ഇവിടെ ഇത്ര അധികം ഈ പ്രോസസ്സ് വളരെ പതിയെ നടക്കുന്നുള്ളതാണ് ഒരു പ്രശ്നം. ആളുകൾ നേരത്തെയൊക്കെ നമ്മൾ സംസാരിക്കുന്നവർ എന്ത് വന്നാലും വോട്ട് ചെയ്തേ മടങ്ങും, എത്ര ക്യൂ നിന്നാലും വോട്ട് ചെയ്തേ മടങ്ങൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എത്ര സമയം ഇങ്ങനെ ഈ വെയിൽ എന്ന് വെച്ചാൽ അസഹനീയമായ ചൂടാണ്. നമുക്കറിയാം ബൈപ്പാസ് മേഖലയാണിത്. ബൈപ്പാസിനോട് ചേർന്നുള്ളൊരു പ്രദേശമാണ് ഈ വാഴമുട്ടം സ്കൂള്. ഒരു കുറച്ച് ഉയരത്തിലുള്ള പ്രദേശം കൂടിയാണ്. അതിശക്തമായ ചൂട് ഇവിടെയുണ്ട്. കുട്ടികളുമായി വന്നവരൊക്കെ നേരത്തെ മണിക്കൂറുകളോടെ ഇവിടെ കുട്ടികളൊക്കെ തളർന്നിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മറ്റു വഴികളില്ല, വോട്ട് ചെയ്തേ ആളുകൾ പോവുകയുള്ളൂ. പ്രായമായ ആളുകളൊക്കെ നിരവധി പേർ വന്ന ഒരു ബൂത്ത് കൂടിയാണ്. അധികം പ്രായമുള്ളവർക്കൊക്കെ പെട്ടെന്ന് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ക്യൂവിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴും ആ ക്യൂ ഇത് ഈ താഴെ മാത്രമല്ല, ഇത് മുകളിലും 4 ബൂത്തുകൾ മുകൾ ഭാഗത്ത് കൂടിയുണ്ട്. ഇതിന് കുറച്ച് പൊക്കമുള്ള പ്രദേശമാണിത്. അവിടെയും ബൂത്തുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ബൂത്തിലാണ് ഈ രീതിയിൽ ക്യൂ വളരെ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നത്. ശരി, ഇതാണ് ഇപ്പോൾ നേമം മണ്ഡലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നീണ്ട ക്യൂ ആണ് നേമം മണ്ഡലത്തിൽ. കനത്ത പോരാട്ടം നടക്കുന്ന നേമം മണ്ഡലത്തിലെ പല ബൂത്തുകളിലും ഇതേ അവസ്ഥയാണുള്ളത്. ആളുകൾക്ക് ഒരുപാട് സമയം ക്യൂ നിന്ന് വേണം വോട്ട് ചെയ്യാൻ എന്ന അവസ്ഥ കൂടി ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഫറൂഖ് ചന്തയിൽ അവിടെ LDFന്റെയും UDFന്റെയും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നുവല്ലോ, അതിപ്പോഴും തുടരുകയാണോ? എന്താണ് ശരിക്കും അവിടുത്തെ പ്രശ്നം? പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നു. കാര്യമായ ഒരു പ്രശ്നത്തിലേക്ക് അത് നീങ്ങിയില്ല. ഈ ബൂത്തിൽ ആളുകൾ നിലയുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും തങ്ങളുടെ അവിടെ ബൂത്തില്ലാത്ത ആളുകൾ ആ ബൂത്തിലെത്തി എന്നതായിരുന്നു ആ പ്രശ്നം. പക്ഷേ LDF പ്രവർത്തകർ പറയുന്ന UDFന്റെ ആളുകളും അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. നമുക്കറിയാം, ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇത്തവണ ബേപ്പൂർ. PB അൻവറും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു പോരാട്ടം. അതിൻ്റെ ആദ്യഘട്ടം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചാരണങ്ങളും വ്യക്തി അധിക്ഷേപങ്ങൾ എന്നൊക്കെ പരാതിയൊക്കെയായി റിയാസ് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കാര്യമായ പോളിംഗ് ഇപ്പോഴുമുണ്ട്. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര എല്ലാ മേഖലകളിലും, നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളായ അല്ലെങ്കിൽ മലയോര മേഖലകളായ പേരാമ്പ്ര, കുറ്റ്യാടി, തിരുവമ്പാടി പോലുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 35% പോളിംഗ് ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഔദ്യോഗികമായ കണക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിൽ വലിയ പോരാട്ടം നടക്കുന്ന പേരാമ്പ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിലൊക്കെ 33 കഴിഞ്ഞ് 35 അടുത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ ആവേശം വോട്ടർമാരിൽ നിന്നും ഇത്തവണ പ്രകടമാണ് എന്നത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എല്ലാ ഇടത്തും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് അടുത്ത് തന്നെ പോകാം. വന്നോളൂ. എങ്ങനെയുണ്ട്? എല്ലാ തവണയും വോട്ട് കൃത്യമായി ചെയ്യുന്ന ആളാണ്. ഇത്തവണ എങ്ങനെയാണ്? നല്ല ഉഷാറായിരുന്നോ പ്രചരണമൊക്കെ? എല്ലാവരും വീട്ടിലേക്ക് എത്തി വോട്ട് ചോദിച്ചു? ഇപ്പൊ ഭയങ്കര ചൂടുണ്ടല്ലേ? ചൂടിന് മുമ്പ് ചെയ്തു പോകാനാണോ ഇപ്പൊ? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഒരു പോരാട്ടത്തിന്റെ ചൂട്? അതെ, നല്ല ഇതായിരുന്നു ഇപ്രാവശ്യം. നല്ലൊരാൾ ജയിക്കട്ടെ. ജയിക്കും. നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും. അതെ, ജയിക്കുന്ന അല്ലേ? അങ്ങനെയാണോ? ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ മൊത്തത്തിലൊരു എല്ലാ ആളുകളും? എല്ലാവരും നല്ല സജീവ പങ്കാളിത്തമായിരുന്നു. അപ്പം ഈ ചൂടൊക്കെ വരുന്നതിനപ്പുറം പോകണമായിരിക്കും അല്ലേ? അതെ അതെ. ഇതാണ് ചൂട് കനത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആളുകൾ ഉച്ചയ്ക്ക് മുമ്പ് പരമാവധി ആളുകളെ എത്തിക്കാനുള്ളൊരു നീക്കം പ്രാദേശികമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുമുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും 13 മണ്ഡലങ്ങളിലും താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. ഏതാണ്ട് 35% എല്ലായിടത്തും എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അവസാന കണക്കുകൾ വ്യക്തമാക്കുന്ന. വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പക്ഷത്തിനോട് വലിയ ആധിപത്യം പുലർത്തുന്ന ഒരു ജില്ല എന്ന പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കോട്ടകൊത്തളങ്ങളൊക്കെ തകർക്കും എന്ന ഒരു വാശിയിലാണ് മറ്റ് ഭാഗത്തുള്ള മുന്നണികൾ എത്തിയിരിക്കുന്നത്. ഒപ്പം BJPയുടെ ശക്തമായ സാന്നിധ്യം 1-2 മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ട് എന്നതാണ് ഇത്തവണത്തെ കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. മഞ്ജുഷ്. ശരി.
ശരി, കോഴിക്കോടും വാശിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫറോക്കിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് വന്നത്. നേരത്തെ അവിടെ ചില പ്രശ്നങ്ങൾ LDFും UDFും തമ്മിൽ ഉണ്ടായിരുന്നു ഒരു ബൂത്തിൽ. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കനത്ത പോരാട്ടം തന്നെയാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലുള്ള പോരാട്ടം അത് കേരളം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒന്നാണ്. കനത്ത പോളിംഗ് കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും. പതിവായി കോഴിക്കോട് ജില്ലയിൽ ഇതേ രീതി തന്നെയാണ്. വടക്കൻ കേരളത്തിൽ പൊതുവേ മികച്ച പോളിംഗ് ആണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം അത് ഏത് ജില്ലയിലായിരിക്കും കൂടുതൽ എന്ന് നോക്കുമ്പോൾ അവിടെ SIR ഒരു മുഖ്യ ഘടകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വടക്കൻ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം തെക്കൻ കേരളത്തിൽ വോട്ടർമാരുടെ എണ്ണം കുറവാണ് കൂടുതൽ മണ്ഡലങ്ങളിലും എന്ന അതിപ്രധാനമായ ഒരു ഘടകം കൂടിയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും അതിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വോട്ടർമാരുടെ എണ്ണം 2021 കുറവാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനം വളരെ നിർണായകമായി മാറും. ആകെ പോൾ ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം പ്രധാന ഘടകമായിട്ട് മാറും. എന്തായാലും ഇതുവരെ 12 മണി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 40% എന്നുള്ളതാണ് കേരളത്തിൽ ആകെ 2,71,00,000 വോട്ടർമാരിൽ 40% വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ കാണാം. അത് ഫറോക്കിൽ നിന്നാണ് അല്ലേ? ഇത് ഫറോക്ക് ചന്തയിലാണ്. അത് ബേപ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഇടമാണ്. അവിടെ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ LDFന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നില്ല ആ ബൂത്തിൽ, അങ്ങോട്ട് കയറിയതാണ് പ്രശ്നത്തിനിടയാക്കിയത്. അവിടെ UDF പ്രവർത്തകർ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. തുടർന്ന് രണ്ട് കൂട്ടരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായി. നിരവധി UDF പ്രവർത്തകർ സ്ഥലത്തുണ്ടെന്ന് LDFും ആരോപിക്കുന്നുണ്ട്. അതായത് വോട്ടില്ലാത്ത ഇതേ ബൂത്തിൽ വോട്ടില്ലാത്ത UDF പ്രവർത്തകരും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം LDFും ആരോപിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് LDF UDF സംഘർഷത്തിന് കാരണം ഈ കള്ളവോട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലുമാണോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രധാനമായും ഈ പോളിംഗ് ബൂത്തിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.